പൂനെയിലെ ഐ.ടി. ഹബായ ഹിഞ്ചേവാഡിയിലെ വിപ്രോ ഓഫീസിൽ പ്രൊജക്ട് മാനേജറായി ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് ഇപ്പോൾ നീതി തേടി രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദു ജനജാഗൃതി സമിതിയുടെ പ്രതിനിധികൾക്കൊപ്പം പൂനെയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഈ യുവതി താൻ അനുഭവിച്ച 10 മാസത്തെ ക്രൂരമായ മാനസിക പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഷാഹിന റഫീഖ് എന്ന വനിതാ സഹപ്രവർത്തകയാണ് ഇതിന് പിന്നിലെന്നാണ് യുവതി പറയുന്നത്. ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ യുവതിയുടെ വക്കീൽ വിപ്രോ കമ്പനിക്ക് നിയമപരമായ നോട്ടീസ് അയക്കുകയും ഹിഞ്ചേവാഡി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പരാതിക്കാരിയായ മുൻ ജീവനക്കാരി പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് വെറുമൊരു സാധാരണ ഓഫീസ് വഴക്കല്ല എന്ന്. പ്രതിയായ ഷാഹിന റഫീഖ് ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം നിരന്തരം മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നീ നിന്റെ ഹിന്ദു മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഇവർ നിരന്തരം നിർബന്ധിക്കുകയുമായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചാൽ മികച്ചൊരു ജീവിതശൈലി ലഭിക്കുമെന്നും ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു പ്രലോഭനം. അവിടെ വെച്ച് ഒരു അറബ് ഷെയ്ഖുമായി വിവാഹം കഴിപ്പിച്ചു തരാമെന്നും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാമെന്നും ഇവർ പ്രലോഭിച്ചതായിട്ട് യുവതി ആരോപിക്കുന്നു. എന്നാൽ ഈ കെണിയിൽ വീഴാൻ പരാതിക്കാരി തയ്യാറായില്ല. അവർ ഈ നിർദ്ദേശങ്ങളെല്ലാം ശക്തമായി എതിർക്കുകയും ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ആശയവിനിമയം പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ജോലിസ്ഥലത്തെ ജീവിതം നരകതുല്യമായി മാറിയത്. പെൺകുട്ടി തങ്ങളുടെ അജണ്ടകൾക്ക് വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ പിന്നീട് ചെയ്തത് സിനിമകളെ പോലും വെല്ലുന്ന ചതിയാണ്. തന്റെ പരാതികൾ കമ്പനിയിലെ HR വിഭാഗത്തെ അറിയിച്ചിട്ടും അവർ പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് യുവതി ആരോപിക്കുന്നു. ഒരു ദിവസം പെൺകുട്ടി ഓഫീസിൽ എത്തിയപ്പോൾ അവളുടെ ലാപ്ടോപ്പ് ക്രെഡൻഷ്യൽസ് മാറ്റപ്പെട്ടതായി കണ്ടു. സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അതിനുശേഷം പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളുടെ പേരിൽ ഒരു വ്യാജ റെസിഗ്നേഷൻ സിസ്റ്റം വഴി സബ്മിറ്റ് ചെയ്യപ്പെട്ടു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇന്റേണൽ സിസ്റ്റം ദുരുപയോഗം ചെയ്താണ് ഈ ക്രൂരത നടത്തിയിരിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ യുവതി തനിക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ വിപ്രോ TCS കമ്പനികൾ ഔദ്യോഗിക പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ജീവനക്കാരുടെ അന്തസ്സിനും സുരക്ഷിതത്വത്തിനുമാണ് കമ്പനി മുൻഗണന നൽകുന്നതെന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളോ പീഡനങ്ങളോ വെച്ചു പൊറുപ്പിക്കില്ല എന്ന സീറോ ടോളറൻസ് നയമാണ് കമ്പനിക്കുള്ളതെന്നും അവർ വ്യക്തമാക്കി. അതേസമയം വിപ്രോ കേസുകളിൽ ഹിഞ്ചേവാഡി പോലീസ് പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും എന്നാൽ പരാതിക്കാരിയായ യുവതി തന്റെ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഇനിയും പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല എന്നുമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷമേ വിപ്രോ കേസിലെ യഥാർത്ഥ സത്യം പുറത്തുവരൂ.